ആസ് ആൻ ആർക്കിടെക്ട് നമ്മളൊരു ബിൽഡ് ഫോം ഡിസൈൻ ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മൾ അതിൻ്റെ കോണ്ടെക്സ്റ്റും അതിൻ്റെ സറൗണ്ടിങ്സാണ് ആദ്യം പഠിക്കാറ്. ഈ ഒരു പ്രൊജക്റ്റിലും നമ്മൾ ഒരുപാട് ഹിസ്റ്റോറിക്കൽ ആൻഡ് കൾച്ചറൽ വാല്യൂസ് ഉള്ള ഈ ഒരു ഉണ്ണിയന്തരങ്കാവ് ക്ഷേത്രത്തിൻ്റെ അടുത്താണ് ഈ ഒരു പ്രൊജക്റ്റ് ഉള്ളത്. നമ്മളിതിൻ്റെ ഒരു ലാൻഡിനെ നമ്മൾ 3ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് നമ്മളിതിൻ്റെ ഫ്രണ്ട് യാർഡ്, പിന്നെ മിഡിലായിട്ട് ഇതിൻ്റെ ബിൽഡ് സ്ട്രക്ചർ, ആൻഡ് ബാക്കിലാണ് ഇതിൻ്റെ ഓർഗാനിക് ഫാമിങ് കാര്യങ്ങളെല്ലാം വരുന്നത്. നമ്മൾ വീട്ടിലേക്ക് എൻ്റർ ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് കാണുന്നത് ഈ ഒരു ലാൻഡ്സ്കേപ്പ് ഏരിയയും പോച്ചും സിറ്റ് ഔട്ടും അതിനോട് ചേർന്നിട്ടുള്ള ഒരു ഫിഷ് പോണ്ടുമാണ്. സോ കാണുമ്പോൾ തന്നെ നമുക്ക് ഇനീഷ്യലി ഈ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ തന്നെ ഈ ഒരു ലാൻഡ്സ്കേപ്പ് കാണുമ്പോൾ നമ്മുടെ മൈൻഡിൽ ഭയങ്കര ഒരു ഫീല് കിട്ടും. അതുപോലെ തന്നെ നമ്മൾ കേൾക്കുന്നത് ഈ വാട്ടർ ബോഡിയിലേക്ക് വീഴുന്ന ആ വെള്ളത്തിൻ്റെ സൗണ്ടാണ്. നമ്മൾ വീട്ടിലേക്ക് എൻ്റർ ചെയ്യുന്ന സമയത്ത് നമ്മൾ കാണുന്നത് നേരെ ഒരു ഡബിൾ ഹൈറ്റഡ് സ്പേസിലോട്ടാണ്. അതിൽ നമ്മൾ ഡൈനിങ്ങും ലിവിങ്ങും ഒരുമിച്ചാണ് നമ്മളതിൽ പ്ലേസ് ചെയ്തിട്ടുള്ളത്. ഈ സ്പേസിൻ്റെ 2 സൈഡിലും കോർട്ട്യാർഡ്സ് ആണുള്ളത്. ഒരു സൈഡിൽ നമ്മൾ ഗോൾഡൻ ബാമ്പ് വെച്ചിട്ട് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് സൈഡിൽ ഫുള്ളി ലഷ് ട്രോപ്പിക്കൽ ലാൻഡ്സ്കേപ്പാണ് ചെയ്തിട്ടുള്ളത്. സോ ഈ ഒരു പേഷ്യോ സ്പേസും നമ്മൾ നോർമലി പേഷ്യോ സ്പേസുകൾ കാണുമ്പോൾ ഒരുപാട് കൺജസ്റ്റഡ് ആയിട്ടുള്ള സ്പേസുകളും നമുക്ക് ആ ഒരു സ്പേസിനെ യൂസ് ചെയ്യാൻ പറ്റാത്ത രീതിയിലൊക്കെയാണ് കണ്ടിട്ടുണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ എല്ലാം ഈ ലാൻഡ്സ്കേപ്പും ഈ ഒരു സെൻറ്ററിലുള്ള ഈ ഹോളും തമ്മിൽ കണക്റ്റഡ് ആയിട്ടാണ് നമ്മളിത് പ്ലാൻ ചെയ്തിട്ടുള്ളത്. നമുക്ക് ആ സ്വിങ്ങിൽ ഇരുന്നിട്ട് വായിക്കാനും ഫ്രീ ടൈം ഇരിക്കാനും ഭയങ്കരമായിട്ട് ഒരു ഇമോഷണൽ കണക്ഷൻ കിട്ടും നമ്മൾ ഈ ലാൻഡ്സ്കേപ്പായിട്ട്. പിന്നെ ഇതിൻ്റെ ബാക്കിയുള്ള സോണുകളൊക്കെ നമ്മൾ പ്രൈവറ്റ് ഏരിയ ആയിട്ട് ബെഡ്റൂംസും കിച്ചണും അങ്ങനെയൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഫ്ലോറിൽ നിന്ന് തന്നെ നമ്മളൊരു ബാൽക്കണി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ടെമ്പിളിനോട് വ്യൂ ആയിട്ടുള്ള. അപ്പോൾ അതിൽ നമുക്ക് ഈ ഉത്സവങ്ങളും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് ആ ബാൽക്കണിയിൽ നിന്ന് അതിലേക്കുള്ള ഒരു വ്യൂ കിട്ടും. ആക്ച്വലി ഈ ഒരു എൻ്റെ ഡിസൈനെ നമ്മൾ തിങ്ക് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ട്രോപ്പിക്കൽ ലാൻഡ്സ്കേപ്പിലോട്ട് ചേർന്നിട്ടുള്ള ഡിസൈൻ, അതിലോട്ട് സെൻട്രിക് ആയിട്ടുള്ള എപ്പോഴും നാച്ചുറലായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ഒരു വീടാണ് നമുക്കിതിൽ ഡിസൈൻ ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. നോർമലി നമ്മളടുത്ത് ക്ലയൻസ് ഒക്കെ പറയാറുള്ളത് നമ്മളൊരു പ്രൊജക്റ്റ് ചെയ്യുന്ന സമയത്ത് അതൊരു ലോങ് ടേമുക്കുള്ള വീടായിട്ടാണ് വേണ്ടതെന്നുള്ളതാണ്. സോ ഈ വീട്ടിലും നമ്മൾ ആ ഒരു കോൺസെപ്റ്റിലാണ് ചെയ്തിട്ടുള്ളത്. ആർക്കിടെക്ചർ മീനിങ് ഫുൾ ആവുന്നത് നമ്മളെപ്പോഴും സൈറ്റിനോട് കോമ്പറ്റീറ്റ് ചെയ്തിട്ടല്ല, നമ്മളും ആ സൈറ്റും തമ്മിൽ ഭയങ്കരമായിട്ട് കണക്റ്റഡ് ആയിട്ട് ആണ് നമ്മളതിൽ ബിൽഡ് ചെയ്യേണ്ടത്. സോ ഇപ്പോഴാണ് ആ ഒരു ബിൽഡിങ് അല്ലെങ്കിൽ ആ ഒരു ഹോം മീനിങ് ഫുൾ ആവുന്നത്.